അപ്പോഴേ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഭയങ്കര ആനശല്യമാണ്. ഭയങ്കര ആനശല്യം എന്ന് വെച്ചാൽ ഭയങ്കര ആനശല്യം. അപ്പം നമ്മൾ ആന ഇറങ്ങിയ സ്ഥലം ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ വീടാണ് കേട്ടോ ഇത്. ഇവിടെ നമ്മളിങ്ങനെ നടന്നു പോയി നമ്മൾ നേരെ പോകുന്ന ആന ഇറങ്ങുന്ന സ്ഥലത്തേക്ക്. അത് ആ കാണുന്നതാണ് ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. അത് കുറച്ചേ ഉള്ളൂ. അല്ലെങ്കിൽ ആകെപ്പാടെ വെട്ടി നാശകോടാടിയാക്കി ഇട്ടേക്കാണ്. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ശല്യമേ, ഒരു രക്ഷയില്ല. ഭയങ്കര എന്താ പറയുക, രാത്രിയിലെല്ലാം പാവം പിടിച്ച ഫോറസ്റ്റുകാർക്കൊന്നും ഉറക്കവേ ഇല്ല കേട്ടോ. അതുങ്ങൾ രാത്രിയെല്ലാം വന്ന് തേരാപ്പാര ഇതിലെ നടക്കലും പീഡലും പടക്കം പൊട്ടിലും ഒക്കെയാണ് കേട്ടോ. അതുങ്ങൾ കുറേ ദിവസമോ, അതുങ്ങൾ മാത്രമല്ല ഇവിടുത്തെ നാട്ടുകാർ. ഇത് കണ്ടോ, ഇതൊക്കെ ഇത് ഇവിടെ തീയിട്ടേക്കുന്നുണ്ട്. അത് അവിടെ ആന ഇവിടെ വന്നിട്ട് ഇത് തിന്നുന്ന കാരണം കൊണ്ട് അതുങ്ങൾ വന്നിട്ട് വെട്ടിക്കളഞ്ഞാണ് കേട്ടോ. ഇവിടുത്തെ നാട്ടുകാരെ കുറഞ്ഞിട്ട് എത്ര ദിവസമാണെന്നോ ഇതൊക്കെ തീയിട്ട് വെച്ചേക്കുന്ന കേട്ടോ. ഇവിടെയൊക്കെ വരും, ആന വരും. ആ കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ. ഇതാണ് നമ്മുടെ ആനയുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ഇതിലൊക്കെ നിൽക്കുവാണ്. ഇത്രയും അടുത്താണ് നമ്മൾ ഈ ആനശല്യം, നമ്മൾ ഇത്രയും അടുത്താണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ആ കൃഷി, വാഴക്കൃഷിയൊക്കെ നിൽക്കുന്നുണ്ടോ, അങ്ങോട്ടേക്ക് ആന ഇറങ്ങിക്കഴിഞ്ഞാൽ വീട് ഉൾപ്പെടെ ഡീം. പക്ഷെ എന്ത് പറയാൻ, ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. പിടിച്ച ഫോറസ്റ്റുകാരാണെങ്കിൽ പാവം പിടിച്ച് നിങ്ങൾ എല്ലാ ദിവസവും രാത്രി വരുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി വന്ന് തീരലും പടക്കമ്പൂത്തിലും ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമ്മതിക്കണം. ഇവിടുത്തെ നാട്ടുകാരും ഫോറസ്റ്റുകാരും ഒക്കെ ഉറങ്ങിയിട്ട് ഒരുപാട് ദിവസമായി. ആനപ്പിണ്ടത്തിൻ്റെ നാട്ടം ഇത് കണ്ടോ, ഇവിടെ വന്നിട്ട് ഇതാണ് ആനത്താര. ഇതിനെയാണ് ഈ പോകുന്നത്. ഇത് ഇതിൻ്റെയൊക്കെ തൊട്ട് ഫ്രണ്ടിൽ വീടാണ് ഉള്ളത്. ആ വീടിൻ്റെ ആ അവരുടെ തെങ്ങും കവുങ്ങും ഒക്കെ നശിപ്പിച്ച് കുളമാക്കിയിട്ടുണ്ട്. മരങ്ങളൊക്കെ കണ്ടു, ഇതെല്ലാം ഒടിച്ച് നുറുക്കി വെട്ടി മൊത്തം നശിപ്പിച്ചിട്ടേക്കുന്നുണ്ട്. ഈ കവുങ്ങ് ഇതെല്ലാം ഒക്കെ ആനയുടെയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഇത് ഒരു സൊസൈറ്റി പറമ്പെന്ന് പറയും കേട്ടോ, നല്ല ഭൂമി എന്ന് പറയും. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ വീടുകളൊക്കെ ഉണ്ടായില്ല. അവിടെ ആൾക്കാർക്കെല്ലാം ഭീഷണിയാണ്. അതുകൊണ്ട് ഇത് കവുങ്ങും അതെല്ലാം അതുങ്ങൾ ഒടിച്ചിട്ടേക്കുന്ന ആ കാണുന്നത് മൊത്തം. ഇവിടെയൊക്കെ നിറച്ച് കൃഷിയൊക്കെയാണ്. ഇതെല്ലാം പോയി ഗൈസ്, എല്ലാം പോയി. എന്തോ ചത്ത് കിടപ്പെടുന്നു അന്നേരിയാണ് അത്. ഇപ്പോൾ പകലും ഭയങ്കര ആനയാട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും നമ്മുടെ വീട് എത്താറായി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ആന ഇങ്ങനെ കയറിപ്പോകുന്നത് കണ്ടു. ഞങ്ങൾ കണ്ടു രാത്രി. അപ്പോൾ പകലും ഉണ്ട് ഇവിടെ. സൂക്ഷിച്ച് വന്നാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞു. ഞാനത് നോക്കി പോകുന്നത്. ഒരു സമയത്ത് ഇവിടെ ഉണ്ടല്ലോ നിറച്ച് ചാമ്പയ്ക്ക, ചക്ക, മാങ്ങ, ലൂബിക്ക, ജാതിക്ക, റംബൂട്ടാനൊക്കെ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ വരണ്ട മാറിയ ചൂടിൽ മൊത്തം മറക്കിട്ടേക്കുന്നുണ്ടോ? എൻ്റെ പൊന്നോ, ഇവിടെയൊക്കെ ചതുപ്പാകണ്ടോ, ഇതുണ്ടോ വെള്ളം കെട്ടി കിടക്കുന്നത്. രാജ്ഭവന് പണിയെന്ന് തോന്നുന്നു ആനക്കൂട്ടം ഇവിടെ. പാവം പിടിച്ച ആൾക്കാരും പാവം പിടിച്ച ഫോറസ്റ്റുകാരും. ഞങ്ങളൊക്കെ വീട്ടിൽ പോയി, ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ പോയി നിൽക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സ് മൊത്തം ഇവിടെയാണ്. നമ്മുടെ കുടുംബം മൊത്തം ഇവിടെയാണേ. ഇതുണ്ടോ ആന ഒടിച്ചിട്ടേക്കാണ് കേട്ടോ. അതൊക്കെ മരമൊക്കെ വലുത് ആനപ്പിട കിടക്കണം നോക്കി. ഇതൊക്കെ കുറച്ച് പഴയതാണ്. ഫ്രഷ് നമ്മുടെ വീട് ആ കാണുന്ന കേട്ടോ. ഇത്രയും അടുത്താണ് നമ്മുടെ ആനകൾ വരുന്ന പൂണ്ട് വിളയാടുന്നത്. തീയിട്ടേക്കുന്നത് ഇന്നലെ ഇത് തീയിട്ടേക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഒരുപാട് പേര് പല സ്ഥലത്തു നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. രാത്രി ഇവിടെ തീയിടാനും പടക്കം പൊട്ടിക്കാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തത് ഫോറസ്റ്റുകാരുടെ കാര്യമാണ്. ഏത് രാത്രി വിളിച്ചാലും അതുങ്ങൾ ഓടി വരും. ഇതിലേക്ക് ചുറ്റിനും ഒരുപാട് ഫോറസ്റ്റ് വണ്ടികൾ തേരാപ്പാര അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരോട് ഒരു സ്പെഷ്യൽ നന്ദിയും താങ്ക്സും പറയുകയാണ് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നതിന്. വലിച്ചു കീറിയിട്ടേക്കുന്നുണ്ടോ? അതൊക്കെ വലിച്ചു കീറിയിട്ടേക്കുക.
പിന്നങ്ങൾ കിടക്കുന്നുണ്ട് എന്തോരെയാണെന്ന്. പിന്നെ അപ്പീഴ അവർക്കെല്ലാം അറിയണം. മനുഷ്യന്മാർ ഇവിടെ പേടിച്ചിട്ട് ഞാനാ എനിക്ക് ഓടുകയാണ്. നമ്മുടെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഞാനിവിടെ നിൽക്കുന്നേക്കാം. ആ കാണും നമ്മുടെ വീട്. വലിച്ചു കീറി നിരപ്പാക്കുന്നത്. അത് റോഡാണ്. ആ റോഡിൻ്റെ അവിടെ ചെറിയൊരു തോടാണ്. തോട് കഴിഞ്ഞിട്ട് ഇതാ കാണും നമ്മുടെ വീട്. ഇതാ കാണും നമ്മുടെ വീടാട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ജനൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കും ഒരു മല പോലെ രാത്രിയായി കഴിഞ്ഞാൽ. അയ്യോ, നമ്മുടെ വീടിൻ്റെ അയൽവക്കത്ത് ഒരു അനാഥ ആശ്രമം ഉണ്ടെന്ന് ഞാൻ പറയാറില്ലേ, സ്മൈൽ വില്ലേജ്. ആ ആശ്രമമാണ് കേട്ടോ, നമ്മുടെ അയൽവക്കമാണ്. അവിടെ ഒരുപാട് അച്ഛന്മാർ, അമ്മമാർ, കുഞ്ഞു മക്കൾ ഒരുപാട് പേര് അവിടെ ഉണ്ട്. പറയാൻ പറ്റത്തില്ല, നമ്മളൊക്കെ പ്രായം വയ്ക്കുമ്പോൾ അങ്ങോട്ട് തന്നെ പോകേണ്ടി വരുമായിരിക്കും. അപ്പോൾ നമ്മൾ ആന ഇതുണ്ടോ, ഇവിടെ വരെ ആന റോഡാണിത്, വണ്ടി പോകുന്ന റോഡാണ്. ഇവിടെ ആനകൾ വന്ന് കാഷ്ടം. എന്നിട്ട് ഞാൻ അറിയാതെ ചവിട്ടിയില്ലല്ലോ ഇവിടെ ഇതിനകത്ത് കണ്ടോ. ഇവിടെ ഈ റോഡിൽ വരെ വന്ന് നിൽക്കുന്നുണ്ട് ആന. ഇവിടെയൊക്കെ ഒരുപാട്, അങ്ങോട്ടൊന്നും കയറിയിട്ടില്ല. പക്ഷേ ഇത് ആന പൊളിച്ച് കളഞ്ഞിട്ട് അവർ ഗേറ്റ് പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ. ആന പൊളിച്ച് കളഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൊച്ചി ഏരിയ. ഇതൊക്കെ നമ്മുടെ റോഡാണ്. ഇതിനൊക്കെ ഒരുപാട് ഇവിടുത്തെ കുറേ നല്ലതായ കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും തരാപ്പാര അങ്ങോട്ട് ബൈക്ക് കൊണ്ടും 2 വീലർ കൊണ്ടും ഒക്കെ പോകുന്നതാണ്. ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് കയറുന്നില്ല. അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എപ്പോഴും. അതാണ് നമ്മുടെ ഡീപ്പ് സ്മൈൽ വില്ലേജ് ആശ്രമം. നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ ഡീറ്റെയിൽ. അപ്പം അതാണ്, ഇതൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞ് ഗ്രാമപ്രദേശം.